വിശ്വസിച്ചാലുമില്ലെങ്കിലും അങ്ങനെയങ്ങ് പൊളിയുന്ന ഡാമൊന്നുമല്ല മുല്ലപ്പെരിയാർ. എന്തുകൊണ്ടെന്നാൽ ഇത് വെറുമൊരു അണക്കെട്ടല്ല എന്നതുതന്നെ. 1887 മുതൽ 1895 വരെ 8 വർഷത്തിലധികം നീണ്ടുനിന്ന നിർമ്മാണത്തിലാണ് മുല്ലപ്പെരിയാർ നിർമ്മിച്ചത്. പ്രകൃതിയുടെ എല്ലാ വന്യതയ്ക്കും മേൽ മനുഷ്യൻ കരുത്തുകൊണ്ട് നേടിയ വിജയമായിരുന്നു ഈ ഡാം. നിർമ്മിച്ച കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ട്. ഈ ഡാം എഞ്ചിനീയറിംഗിലെ ഒരു അത്ഭുതമാണ്. ഇതിന്റെ ഘടനയിൽ ഇതുപോലെ മറ്റൊരു അണക്കെട്ട് ഇന്ത്യയിൽ തന്നെയില്ല. ഒരു മലയിടുക്കിൽ വെറുതെ കല്ലുകൊഴുക്കി ചുണ്ണാമ്പ് തേച്ചുയർത്തിയ മതിലല്ല ഇത്. മറിച്ച് ഓരോ അടിയിലും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഒളിപ്പിച്ച ഒരു ആർക്കിടെക്ചറൽ മാസ്റ്റർപീസാണ്. പക്ഷേ നമ്മളതിനെ അറിയുന്നത് ഭയപ്പാടോടെയും അടിസ്ഥാനമില്ലാത്ത കുറെ മിത്തുകളിലൂടെയുമാണെന്നു മാത്രം. 130-ലേറെ വർഷമായി ഇച്ഛാശക്തിയുടെ നിൽക്കുന്ന മുല്ലപ്പെരിയാറിനെ നോക്കി നമ്മൾ പറയുന്നു ഇത് ദുർബലമാണെന്നും പൊളിഞ്ഞു വീഴുമെന്നും. അതിന് തെളിവായി കരുതുന്ന മിത്തുകളോ വെറും അടിസ്ഥാനരഹിതവും. മുല്ലപ്പെരിയാറിനെ ചൊല്ലിയുള്ള മിത്തുകളിൽ ഒന്നാമത്തേതാണ് ഇതിന് 50 വർഷത്തെ കാലാവധിയേ ഉള്ളൂ എന്നത്. ആധികാരികമായ ഒരു ചരിത്രരേഖയിലും മുല്ലപ്പെരിയാർ ഡാമിന് ബ്രിട്ടീഷുകാർ 50 വർഷമേ ആയുസിട്ടിട്ടുള്ളൂ എന്നതിന് തെളിവില്ല. അങ്ങനെയെങ്കിൽ 1895-ൽ പണിതീർത്ത ഈ അണക്കെട്ടിനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പേ ബ്രിട്ടീഷുകാർ തന്നെ പൊളിച്ചുമാറ്റുമായിരുന്നു. 50 വർഷമെന്നൊക്കെ പറഞ്ഞാൽ അണക്കെട്ടുകളെ സംബന്ധിച്ച് ഒരു ചെറിയ കാലമാണ്. ജലസേചനം പോലുള്ള ദീർഘകാല ലക്ഷ്യത്തിന്, അതും ഇത്രയധികം പണച്ചിലവും മനുഷ്യധ്വാനവും വിനിയോഗിച്ചിട്ട് ഒരു ചെറിയ കാലത്തേക്കു വേണ്ടി ആരും അണക്കെട്ട് ഉണ്ടാക്കി വെക്കില്ല. അണക്കെട്ടുകൾ ദീർഘകാല ലക്ഷ്യത്തിനു വേണ്ടിയുള്ളതാണ്. അതു നിർമ്മിക്കുന്നതും വളരെക്കാലത്തെ ആയുസ് മുന്നിൽ കണ്ടിട്ടായിരിക്കും. 999 വർഷത്തേക്കായിരുന്നു വെള്ളക്കാരൻ പെരിയാറിനെ തീരെഴുതി വാങ്ങിച്ചത്. അതിന് രേഖയുണ്ട്. അക്കാലമത്രയും മദ്രാസിന്റെ പ്രവിശ്യകളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ഈ അണക്കെട്ടിനെ നൂറ്റാണ്ടുകൾ നിലനിൽക്കേണ്ട രീതിയിൽ തന്നെ അവർ ഡിസൈനും ചെയ്തു. നമ്മുടെ ഭൂരിഭാഗം അണക്കെട്ടുകൾക്കും 50 വർഷത്തിലേറെ പ്രായമുണ്ട്. കല്ലിൽ ചുണ്ണാമ്പ് തേച്ചുണ്ടാക്കിയ മലമ്പുഴയ്ക്ക് 70 വർഷമാണ് പഴക്കം. ചുണ്ണാമ്പിനേക്കാൾ ബലക്ഷയമുണ്ടാക്കുന്ന കോൺക്രീറ്റ് കൊണ്ട് പണിത ഇടുക്കി ഡബിൾ കർവേറ്റീവ് ആർച്ചിന് പഴക്കം 49. നെയ്യാറിനും മാട്ടുപ്പെട്ടിക്കും 70, ഭൂതത്താൻ കെട്ടിന് 60. ഇതൊക്കെ ഡീകമ്മീഷൻ ചെയ്യുന്നതിനെ പറ്റി സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. എന്നിട്ടാണ് ബ്രിട്ടീഷുകാരൻ പണിത ഡാമിന് 50 വർഷമേ ആയുസുള്ളൂ എന്ന് നമ്മളങ്ങ് തീരുമാനിക്കുന്നത്. തലയ്ക്ക് വെളിവുള്ളവരാരും 50 വർഷത്തേക്ക് ആയുസിട്ട് അണക്കെട്ട് പണിയില്ല. പരമാവധി പിഴിഞ്ഞ് ഊറ്റിയെടുക്കുന്ന വെള്ളക്കാരൻ അത് തീരെയില്ല. അടുത്ത മിത്ത് മുല്ലപ്പെരിയാറിന് ബലക്ഷയമുണ്ടെന്നതാണ്. കേരളത്തിന്റെയോ തമിഴ്നാടിന്റെയോ കേന്ദ്രത്തിന്റെയോ ഒരന്വേഷണ സമിതിക്കും ഇതുവരെ തെളിയിക്കാൻ കഴിയാത്തൊരു വാദം. നിങ്ങളാലോചിച്ചിട്ടുണ്ടോ സുപ്രീം കോടതിയിലെ മുല്ലപ്പെരിയാർ കേസുകളിൽ എന്തുകൊണ്ട് കേരളം തോൽക്കുന്നുവെന്ന്? നമ്മൾ കോടതിയോട് പറയുന്നത് ആശങ്ക മാത്രമാണ്. ഡാം പൊട്ടിയാൽ എന്തു ചെയ്യും, വെള്ളം എവിടേക്കൊക്കെ ഒഴുകും, നാശനഷ്ടം എന്തോരമായിരിക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ. കാലങ്ങളായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയും അതിലെ മാറി മാറി വരുന്ന ജഡ്ജിമാരും ഈ നാളത്രയും അത് ഗൗനിച്ചിട്ടില്ല. കേരളത്തോട് എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടോ തമിഴ്നാട് കാശെറിഞ്ഞ് അവരെ വിലയ്ക്കു വാങ്ങിയതുകൊണ്ടോ ഇതെല്ലാം നശിച്ചു കാണാൻ ആഗ്രഹിച്ചിട്ടോ അല്ല. കോടതിക്കാവശ്യം ഇത്തരം ആശങ്കകൾക്കു പകരം തെളിവായതുകൊണ്ടാണ്. ഡാമിന് ബലക്ഷയമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ട് ഒരു ഹർജി ഡെസ്കിലെത്തിയാൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അത് വെരിഫൈ ചെയ്യാൻ ഉത്തരവിറങ്ങുമെന്നും അവരുടെ റിപ്പോർട്ടിൽ സംഗതി തെളിഞ്ഞാൽ ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടി തുടങ്ങുമെന്നും ഒരു സംശയവും വേണ്ട. ഒരു കോടതിയും ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കില്ല. സാമ്പത്തികമായി ബില്യൺ കണക്കിന് നാശനഷ്ടം വരാവുന്ന കെടുതിക്ക് മുന്നിൽ കണ്ണടക്കില്ല. എന്നാൽ ഇതുവരെയും ഈ അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന് നമുക്കവിടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന് വേണ്ടിയുള്ള കേസുകളിൽ നമ്മൾ തോൽക്കില്ലായിരുന്നു. ഇക്കാലമത്രയും നമ്മുടെ ആശങ്ക പരിഗണിച്ച് ആകെ കോടതി ചെയ്തിട്ടുള്ളത് ഡാമിന്റെ സംഭരണ ശേഷിയുടെ മുകളിലേക്ക് വെള്ളം ഉയർത്തരുത് എന്ന തീരുമാനം മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവാം, 130 വർഷം പഴക്കമുള്ള ഡാമിന് ബലക്ഷയമുണ്ടായിക്കൂടെയെന്ന്. ന്യായമായ സംശയമാണ്. നമുക്കറിയുന്ന നിർമ്മിതികൾക്കൊക്കെ കാലപ്പഴക്കം ചെല്ലുമ്പോൾ ബലക്ഷയമുണ്ടാകും. നമ്മുടെ വീടിന്റെ ചുവരുകളും മതിലുകളുമൊക്കെ ദുർബലമാവുന്നതും പാലങ്ങൾ പൊളിച്ചുപണിയുന്നതുമൊക്കെ ഉദാഹരണം. പക്ഷേ ഞാനാദ്യമേ പറഞ്ഞിരുന്നു, ഈ ഡാം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണെന്നും ഇതിന്റെ ഓരോ അടിയിലും അത്ഭുതപ്പെടുത്തുന്ന നിർമ്മാണ വൈഭവം മറഞ്ഞിരിക്കുന്നുണ്ടെന്നും. അതൊരു ഭംഗിക്കുവേണ്ടി വെറുതെ പറഞ്ഞതല്ല. കേണൽ ജോൺ പെന്നിക്വിക്കിന്റെ എഞ്ചിനീയറിംഗ് സിദ്ധിയെ അടയാളപ്പെടുത്തുമ്പോൾ അങ്ങനെ തന്നെ പറയണം. നിർമ്മിച്ച് 1.5 നൂറ്റാണ്ടിലേക്കെടുക്കുമ്പോഴും ഇന്നും സമ്പൂർണമായി പ്രവർത്തിക്കാനാവുന്ന അണക്കെട്ട്. അതുതന്നെയാണ് മുല്ലപ്പെരിയാറിന്റെ ആദ്യത്തെ സവിശേഷതയും. ഉണ്ടാക്കിയ കാലത്തേതുപോലെ ഇപ്പോഴും അതിന് പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു. 1000 വർഷങ്ങളെ അതിജീവിച്ച കോട്ടകളും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പറയുന്ന പള്ളികളും കൊട്ടാരങ്ങളും നിറഞ്ഞ നാട്ടിൽ നിന്നും വന്നൊരു എഞ്ചിനീയർക്ക് ഒരുപാടൊന്നും തലപുകയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു.
പുരാതനകാലം മുതലുള്ള മനുഷ്യന്റെ സാങ്കേതികജ്ഞാനം പൊടിതട്ടിയെടുക്കുകയേ വേണ്ടൂ. അത് അയാൾ ഏറ്റവും ഫലപ്രദമായി തന്നെ ചെയ്തു. പരസ്പരം ലോക്ക് ചെയ്ത രീതിയിൽ അടുക്കിയ കല്ലുകളെ തീയിൽ വേവിച്ചെടുത്ത കല്ലുപൊടിയിൽ ചുണ്ണാമ്പു ചേർത്ത് ബലപ്പെടുത്തിയങ്ങ് കെട്ടി. ആ കെട്ടിന്റെ ബലം എത്രയുണ്ടെന്നറിയണേൽ ചെറുതും വലുതുമായ 20ലേറെ പ്രളയങ്ങൾ അതിജീവിച്ചിട്ടും ഒരു കുലുക്കവുമില്ലാതെ അത് നിൽക്കുന്നു എന്നതു തന്നെ നോക്കിയാൽ മതിയാവും. 1924 മഹാപ്രളയത്തിൽ കേരളത്തിലുണ്ടായിരുന്ന മുഴുവൻ നദികളും അണകളും ചിറപ്പൊട്ടുകയോ കവിഞ്ഞൊഴുകുകയോ ചെയ്തിട്ടും ആർത്തലിച്ചു വന്ന പെരിയാറിനു കഴിഞ്ഞില്ല ഇതിന്റെ മതിലുകൾക്ക് കമ്പനമുണ്ടാക്കാൻ. ഒരു നൂറ്റാണ്ടു കഴിഞ്ഞ് 2018 അത് വീണ്ടും ആവർത്തിച്ചപ്പോഴും കുലുങ്ങാതെ നിന്ന ഡാമാണിത്. എന്തുകൊണ്ടാണെന്നോ? മുല്ലപ്പെരിയാർ അതിന്റെ ഘടനയിൽ ഒരു ഗ്രാവിറ്റി എർത്ത് ഡാം ആയതുകൊണ്ട്. ചുണ്ണാമ്പും സുർക്കിയും കൊണ്ടുള്ള കെട്ടിനെ ആശ്രയിച്ചല്ല, മറിച്ച് ഇതിനുള്ളിൽ പരസ്പരം ലോക്കിട്ട് അടുക്കി വെച്ചിരിക്കുന്ന കല്ലുകളുടെ ഭാരത്തെ ഭൂമിയുടെ ഗുരുത്വബലം കൊണ്ട് അടിത്തറയ്ക്കെതിരായി പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഈ അണക്കെട്ടിനെ നിർമ്മിച്ചത്. എന്നുവെച്ചാൽ വെള്ളം പിടിച്ചു നിർത്തുന്നത് കല്ലിന്റെ ബലവും കല്ലിനെ താങ്ങുന്നത് ഗുരുത്വബലവും, അതായത് ഫിസിക്സിന്റെ മൗലിക സിദ്ധാന്തം. വെള്ളത്തിന്റെ മുഴുവൻ പ്രഷറിനെ അണയുടെ ചുറ്റിലേക്കും ഭാഗിച്ചാൽ അണക്കെട്ടും ആ പ്രഷറിന്റെ ഭാഗമായിരിക്കും. പരമാവധി 142 അടി ഉയരമുള്ള റിസർവോയറിൽ ഏറെക്കുറെ 50 അടിയോളം മാത്രമേ ഡാം വരുന്നുള്ളൂ. കാരണം വെള്ളം ഭൂരിഭാഗവും കെട്ടിക്കിടക്കുന്നത് പ്രകൃത്യാൽ താഴ്ന്ന ഒരു പ്രദേശത്താണ്. 100 അടിയോളം പൊക്കമുള്ള ഒരു ഉയർന്ന ഇടത്താണ് അണ കെട്ടിയിരിക്കുന്നത് തന്നെ. വാസ്തവത്തിൽ ഡാമിൽ ജലനിരപ്പുയരുന്ന സമയത്തു മാത്രമേ വെള്ളം സ്പിൽവേ നിൽക്കുന്ന അണക്കെട്ടിനെ തൊടുക പോലും ചെയ്യുന്നുള്ളൂ. അതായത് 50 അടിയോളം ഉയരമുള്ള ഡാമിന്റെ കെട്ടിൽ എത്രത്തോളം ഉയരത്തിൽ വെള്ളം നിൽക്കുന്നുവോ അതിന്റെ പ്രഷർ എന്തോരമായിരിക്കും എന്നതിന് കണക്കുണ്ട്. ആ പ്രഷർ താങ്ങി നിർത്താൻ വേണ്ടതിന്റെ 2.5 ഇരട്ടി ഭാരത്തിലായിരുന്നു പെനിക്വിക്ക് മുല്ലപ്പെരിയാറിൽ കല്ലുകെട്ടിയത്. ആ തടയണ പൊളിച്ച് വെള്ളം വരണമെങ്കിൽ ഉള്ളിലെ കല്ല് പൊടിയണം. അതിനെ പൊടിക്കണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 6 മുകളിൽ തീവ്രതയുള്ള ഭൂചലനമെങ്കിലും വരണം. അല്ലാതെ പ്രകൃതിയാൽ അതിളകില്ല. ഇതുപോലെ 2300 കൊല്ലം മുമ്പ് ഫറോവമാരുടെ കാലത്തുണ്ടാക്കിയൊരു അണക്കെട്ട് ഇന്നും സിറിയയിൽ നിലനിൽക്കുന്നുണ്ട്. റോമക്കാരുടെയും പേർഷ്യക്കാരുടെയും കാലത്തെ എണ്ണമറ്റ അണക്കെട്ടുകൾ എത്രയോ ഇപ്പോഴും യൂറോപ്പിലും പശ്ചിമേഷ്യയിലും ശേഷിക്കുന്നു. ഇറാനിൽ 1300 നിർമ്മിച്ച കെബാർ ഡാമൊക്കെ ഇന്നും പ്രവർത്തനസജ്ജമാണ്, കാര്യമായ യാതൊരു പുതുക്കിപ്പണിയലുമില്ലാതെ. എന്തിന്, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ വരെ 800 കൊല്ലം മുമ്പ് ചോളന്മാർ കെട്ടിയൊരു അണക്കെട്ട് കാവേരിക്ക് കുറുകെയുണ്ട്, കല്ലനൈ ഡാം. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ അതിനെ ഉയർത്തിക്കെട്ടിയതുപോലും ചോളനുണ്ടാക്കിയ അടിത്തറയ്ക്കുമേലായിരുന്നു. ഇന്നും നമുക്കതിന്റെ ചുവട്ടിൽ ചോളന്മാരുടെ കെട്ട് കാണാം. ഈ അണകളൊക്കെയും മുല്ലപ്പെരിയാർ പോലെ കല്ലുകൊഴുക്കി കെട്ടിയതാണ്. കാലമോ ചരിത്രമോ പ്രകൃതിയോ ഇതിനെയൊന്നും മറികടക്കാനാവുന്ന കരുത്ത് ഇതുവരെ ആർജിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ മറ്റൊരു കാര്യം, ഇതിലെ വിള്ളലുകളോ? മാത്രമല്ല സുർക്കി ഒലിച്ചു പോകുന്നതോ? അതും ന്യായമായൊരു ചോദ്യമാണ്. ഇന്ന് കല്ലുകെട്ടുമ്പോൾ സിമന്റ് കൊണ്ട് ബൈൻഡ് ചെയ്യുന്ന പോലെ പണ്ട് മുല്ലപ്പെരിയാറിലെ കല്ലുകളിലും ബൈൻഡിംഗ് നടത്തിയിട്ടുണ്ട്. അക്കാലത്ത് സിമന്റ് വ്യാപകമല്ലാതിരുന്നതുകൊണ്ട് സുർക്കി ഉപയോഗിച്ചു. നമ്മൾ ചുവരുകൾക്ക് സിമന്റ് തേക്കുന്നതുപോലെ ഒരു ആവരണം മാത്രമാണിത്. ഇതിനെ ആശ്രയിച്ചല്ല അകത്തെ കല്ലുകൾ ഇരിക്കുന്നത്. കാലപ്പഴക്കം ചെല്ലുമ്പോൾ സുർക്കി ദ്രവിക്കാം, പൊടിഞ്ഞു പോയേക്കാം. പക്ഷേ ഇതൊന്നും അണക്കെട്ടിന്റെ കല്ലുകൊണ്ടുള്ള കെട്ടിനെ ബാധിക്കുകയേയില്ല. സുർക്കി ഒലിച്ചാൽ വീണ്ടും പ്ലാസ്റ്റർ ചെയ്യണം, അത്ര തന്നെ. മുല്ലപ്പെരിയാറിലെ മുഴുവൻ സുർക്കിയും ഒലിച്ചുപോയാലും അതിന്റെ കല്ലുകൾ അങ്ങനെ തന്നെ നിന്നോളും. സുർക്കിയോ സിമന്റോ എന്താണെന്ന് വെച്ചാൽ തേച്ച് അറ്റകുറ്റപ്പണി നടത്തിയാൽ മതി. പിന്നെ മറ്റൊന്നാണ് വിള്ളലിന്റെ കാര്യം. ഇവിടെ വിള്ളലുണ്ടാകും എന്ന കാര്യം അസാധ്യമാണ്. പിന്നെ ലീക്കുണ്ടെന്നത് അത് യാഥാർത്ഥ്യം തന്നെ. പക്ഷേ നമ്മൾ അനുമാനിക്കുന്നതുപോലെ ചുവരിന് വിള്ളലുണ്ടാക്കി അതിൽ നിന്നും വെള്ളം ലീക്ക് ചെയ്യുന്നതല്ല ഈ ലീക്ക്. ഇത് കല്ലുകൾക്കിടയിലെ വിടവുകളിലൂടെ വെള്ളം ഇറ്റുവീഴുന്നതാണ്. ഈ വീഴ്ച ഡാം ഉണ്ടാക്കിയ കാലം മുതലേയുണ്ട്. അങ്ങനെ വരുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ഡാമിന്റെ ടണലുകൾക്കുള്ളിലൂടെ ഒരു പാത്തിയും അണക്കെട്ടിനൊപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. 130 വർഷമായി ഈ ലീക്കിംഗ് തുടരുന്നു. എന്നിട്ട് ഇപ്പോഴും മുല്ലപ്പെരിയാർ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. അടുത്ത മിത്താണ് തെക്കൻ കേരളത്തെ മുഴുവൻ ഒഴുക്കിക്കൊണ്ടുപോകാനുള്ള വെള്ളം അതിലുണ്ടെന്നുള്ളത്. ഇതും ഒരു അടിസ്ഥാനവുമില്ലാത്ത അന്ധവിശ്വാസമാണ്. വാസ്തവത്തിൽ 30 സ്ക്വയർ കിലോമീറ്ററിൽ താഴെ മാത്രം വിസ്തീർണമുള്ള ഒരു മീഡിയം സൈസ് അണക്കെട്ട് മാത്രമാണ് മുല്ലപ്പെരിയാർ. 1 സ്ക്വയർ കിലോമീറ്റർ എന്നാൽ 247 ഏക്കർ വരും. ഉണ്ടാക്കിയ കാലത്തായിരുന്നു അത് ലോകത്തെ ഏറ്റവും വലിയ ഡാമൊക്കെ ആയിരുന്നത്. ഇന്നതിനൊരു പഞ്ചായത്തിന്റെ വലിപ്പമേ ഉള്ളൂ. ഇതിനേക്കാൾ 10 മടങ്ങ് വലിയ അണക്കെട്ടുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. സംശയമുള്ളവർ എർത്തിൽ അതിന്റെ സർഫസ് ഏരിയ മെഷർ ചെയ്തു നോക്കുക. 30 സ്ക്വയർ കിലോമീറ്ററിൽ താഴെ മാത്രം വിസ്തീർണമുള്ള മുല്ലപ്പെരിയാറിൽ പരമാവധി താങ്ങി നിർത്തുന്ന വെള്ളം 44,32,30,000 മീറ്റർ ക്യൂബാണ്. ഇതാവട്ടെ പെരുമഴക്കാലത്തു മാത്രമേ ഇത്രയും വെള്ളം എത്താറുള്ളൂ.
അപ്പോഴാണ് വെള്ളം ഡാമിന്റെ സ്പിൽവേ നിൽക്കുന്ന കെട്ടിനെ തൊടുന്നത് തന്നെ. ഇടുക്കി ഡാമുമായിട്ട് താരതമ്യം ചെയ്താൽ 3 മുല്ലപ്പെരിയാറിന്റെ വെള്ളമുണ്ടാകും ഇടുക്കിയിൽ. മുകളിൽ പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാറിൽ വെള്ളം ഭൂരിഭാഗവും കെട്ടിക്കിടക്കുന്നത് പ്രകൃതിയാൽ താഴ്ന്ന ഒരു പ്രദേശത്താണ്. 142 അടിയാണ് പരമാവധി വെള്ളമെങ്കിൽ അതിൽ 50 അടിയോളമേ ഡാമിന്റെ നിരപ്പിലുണ്ടാവൂ. കാരണം അണക്കെട്ട് കെട്ടിയിരിക്കുന്നത് ഒരു ഉയർന്ന ഇടത്താണ്. ബാക്കി വെള്ളം ഡാമിനേക്കാൾ താഴ്ന്ന പ്രതലത്തിലാണ് ഉണ്ടാവുക. പേടിപ്പിക്കുന്നവർ പറയും പോലെ ഇന്നു രാത്രി ഈ ഡാം അങ്ങ് പൊളിഞ്ഞു വീണാലും ഫുൾ കപ്പാസിറ്റിയിലാണെങ്കിൽ അതിന്റെ പകുതി വെള്ളമേ ഒഴുകിപ്പോവുകയുള്ളൂ. ഡാമിനേക്കാൾ താഴ്ന്ന പ്രതലത്തിലുള്ള ബാക്കി വെള്ളം അവിടെ തന്നെ കിടക്കും. പോയ വെള്ളം വണ്ടിപ്പെരിയാറിലെ തേയിലക്കാട്ടിലൂടെ ഒഴുകി അയ്യപ്പൻകോവിലിൽ ചെന്ന് ഇടുക്കി ഡാമിന്റെ റിസർവോയറിലായിരിക്കും ചേരുക. ഒരു മുഴുവൻ മുല്ലപ്പെരിയാറിനെ തന്നെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇടുക്കിയുടെ സർഫസ് ഏരിയയ്ക്കുണ്ട്. അപ്പോഴാണ് ഒഴുകിവരുന്ന അതിന്റെ പകുതിയോളം മാത്രമുള്ള വെള്ളത്തെ താങ്ങേണ്ടത്. അതല്ല, ഇനി ഇടുക്കി ഡാം ഫുള്ളാണെങ്കിൽ അവിടെ നിന്ന് തുറന്നുവിടുന്ന അധിക വെള്ളത്തെ ഇടുക്കിക്ക് താഴെ ലോവർ പെരിയാറിലും ഭൂതത്താൻകെട്ടിലുമൊക്കെ തടുക്കാവുന്നതേയുള്ളൂ. ഇനി അതും തുറന്നുവിട്ടാൽ പെരിയാറിലൂടെ ഒഴുകി അറബിക്കടലിൽ ചേർന്നോളും. അപ്പോഴേക്കും പല ഡാമുകളിലായി തടുത്തു നിർത്തിയ വെള്ളത്തിന്റെ അളവ് ഇതിനോടകം വളരെ ശോഷിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതു സംഭവിക്കാനുള്ള സാധ്യത അത്യപൂർവമാണ്. ഡാമിന്റേതായ എന്തെങ്കിലും തകരാർ കൊണ്ട് മുല്ലപ്പെരിയാർ പൊളിയില്ല. അതല്ല, ഇനി പ്രകൃതിയാൽ പൊളിയണമെങ്കിൽ കടുത്ത ഭൂകമ്പം വല്ലതും ഉണ്ടാവണം. മാഗ്നിറ്റ്യൂഡ് 6 മുകളിൽ തീവ്രതയുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ മുല്ലപ്പെരിയാർ മാത്രമല്ല, ഇടുക്കിയും കല്ലാറുകുട്ടിയും ലോവർ പെരിയാറും അപ്പർ പെരിയാറും മാട്ടുപ്പെട്ടിയും ഭൂതത്താൻകെട്ടും കെട്ടിയുണ്ടാക്കിയതെല്ലാം ഒരുമിച്ചായിരിക്കും വരിക. അത് പേടിക്കുന്നുണ്ടെങ്കിൽ എല്ലാ അണക്കെട്ടും പൊളിച്ചു മാറ്റേണ്ടിവരും. അല്ലാതെ മുല്ലപ്പെരിയാറിനെ മാത്രമായി ബാധിക്കുന്ന കാര്യമല്ല. അടുത്തത് മുല്ലപ്പെരിയാറിനെ പരാമർശിച്ചുകൊണ്ട് 2021 പബ്ലിഷായ ഒരു UN റിപ്പോർട്ടാണ്. അതു പക്ഷേ മുല്ലപ്പെരിയാറിനെ മാത്രമല്ല, ലോകമെമ്പാടും നിൽക്കുന്ന പഴക്കമുള്ള ഡാമുകളെയും അവയുടെ സുരക്ഷയും സംബന്ധിച്ചുള്ള ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നതാണ്. ഇത് മുല്ലപ്പെരിയാർ വന്നു കണ്ട് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടുമല്ല. മറിച്ച് കേരളം സുപ്രീം കോടതിയിൽ പറയുന്ന പോലെ ഇത്രയും പഴക്കമുള്ള ഈ ഡാം പൊട്ടിയാൽ എന്തു ചെയ്യും എന്നുള്ള ആശങ്ക മാത്രമാണ് പറയുന്നത്. അതിനെന്തെങ്കിലും സ്ട്രക്ചറൽ ഫ്ലോസ് ഉണ്ടെന്നതിന് ഒരു തെളിവും ആ റിപ്പോർട്ടിലില്ല. മുല്ലപ്പെരിയാർ ഒരിക്കലും പൊളിയില്ലെന്നോ അതിന് കേടുപാടുണ്ടാവില്ലെന്നോ അല്ല പറയുന്നത്. പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിലുള്ള മറ്റേതൊരു ഡാമിനേക്കാളും ആശങ്കപ്പെടാവുന്നതൊന്നും ഇതിലില്ല എന്നാണ് പറഞ്ഞത്. കാലപ്പഴക്കം ബാധിക്കുന്ന തരത്തിലല്ല അതിന്റെ നിർമ്മാണ ഘടന. പണിതിട്ട് 1.5 നൂറ്റാണ്ട് അടുക്കാറായിട്ടും ഇത് ദുർബലമാണെന്ന് ഇന്നും ഒരു അന്വേഷണ സംഘത്തെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന് ഓർക്കണം. ഈ അണക്കെട്ട് സുരക്ഷിതമാണ്. ഇതിനെ ചൊല്ലിയുള്ള ആശങ്കകളെല്ലാം അസ്ഥാനത്തുമാണ്. കൃത്യമായി സംരക്ഷിച്ചും യഥാസമയം മെയിന്റനൻസ് നടത്തിയും ഇതിനെ നിലനിർത്തിയാൽ ഇനിയും നൂറ്റാണ്ടുകൾ ഇത് അതിജീവിക്കും.